നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും അങ്കമാലി ശബരിപാതയുമൊക്കെയാണ് വലിയ വാർത്തകൾ. അതാണ് വലിയ വാർത്തകളായി നിൽക്കുന്നു ഇപ്പോഴും. പക്ഷേ ഇന്നലത്തെ രണ്ട് പ്രധാനപ്പെട്ട വാർത്താ താരങ്ങൾ അതാരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് കമൽഹാസനും ശംഖുവുമായിരുന്നു. കമൽഹാസൻ്റെ വരാനിരിക്കുന്ന സിനിമ തഗ് ലൈഫും കന്നഡ ഭാഷാ വിവാദവും ഒക്കെ കത്തിപ്പടരുകയാണ്. നമുക്കറിയാം, കന്നഡയിൽ അദ്ദേഹത്തിൻ്റെ സിനിമ നിരോധിച്ചിരിക്കുന്നു. ഹൈക്കോടതി ഇന്നലെ ഇടപെട്ടു അതിൽ. പക്ഷേ ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും കമൽ മാപ്പ് പറയില്ല എന്ന തഗ് നിലപാടിൽ തന്നെ തുടരുകയാണ്. ശംഖു ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അംഗനവാടിയിൽ ഉപ്പുമാവ് മാറ്റിയിട്ട് ബിർണാണി തരണമെന്ന് പറഞ്ഞ ആ കുട്ടിത്താരമാണ്. ആ രണ്ട് വാർത്തകൾ അതാണ് നിലമ്പൂരിൽ നിന്നും ഒരുപക്ഷെ അല്ലെങ്കിൽ അങ്കമാലി ശബരിപാതയിൽ നിന്നൊക്കെ ഞാൻ മാറി പ്രക്ഷോഭവുമായി പത്രങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഈ രണ്ട് കാര്യങ്ങളാണ്. കാരണം പത്രങ്ങൾ അത്രയും പ്രാധാന്യത്തോടുകൂടി ഈ രണ്ട് വാർത്തകൾ നൽകിയിട്ടുണ്ട്. അത് രണ്ടും വലിയ വാർത്തകൾ തന്നെയാണ്. കാരണം ഒരു ചെറിയ കുട്ടി വിചാരിച്ചാൽ കേരളത്തിൽ ഒരു മാറ്റം സംഭവിക്കും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു വലിയ മാറ്റം സംഭവിക്കും എന്നുള്ളതിന് വലിയ ഉദാഹരണമാണ് നമ്മുടെ കുട്ടി ശംഖു. ആ കുട്ടി ശംഖു ഇച്ഛിച്ചു, മന്ത്രി ആൻറ്റി കൽപ്പിച്ചു എന്നാണ് മാതൃഭൂമി ഹെഡിങ് നൽകിയിട്ടുള്ളത്. അത് വലിയ ഹെഡിങ്ങാണ്, നല്ല ഹെഡിങ്ങാണ്. മനോരമ ഹെഡിങ് നൽകിയിട്ടുള്ളത് അങ്കണവാടികളിൽ ബിരിയാണി ചിരി എന്നുള്ളതാണ്. ആ ബിരിയാണി ശംഖുവിൻ്റെ ബിർണാണിയാണ് എന്നുള്ളതാണ്. ഞാൻ മാതൃഭൂമിയിലേക്ക് പോകുന്നു. മാതൃഭൂമി തന്നെ എടുക്കാം ആദ്യം. കാരണം നല്ല ചിത്രങ്ങളോടുകൂടി നന്നായിട്ട് ഒന്നാം പേജിൽ ആ വാർത്ത വിന്യസിക്കാൻ മാതൃഭൂമി കഴിഞ്ഞിട്ടുണ്ട്. കുട്ടി ശംഖു ഇച്ഛിച്ചു, മന്ത്രി ആൻറ്റി കൽപ്പിച്ചു, അങ്കണവാടിയിൽ ബിർണാണി എന്നുള്ളതാണ്. ഒപ്പം തന്നെ ശംഖുവിൻ്റെ ഒരു ചിത്രവും നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല മെനു എല്ലാ പത്രങ്ങളിലും ഉണ്ട്. എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്ന അങ്കണവാടികളിലെ മെനു എന്തൊക്കെയാണെന്നുള്ളത്. കാരണം മുട്ട ബിരിയാണി മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. വെജ് പുലാവുണ്ട്, സോയ ഫ്രൈ ഉണ്ട്, ഓംലെറ്റ് ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള മെനു അതിൽ വന്നിട്ടുണ്ട്. അതിനെല്ലാം കാരണക്കാരൻ ഒരേ ഒരാളാണ്, നമ്മുടെ കുട്ടി ശംഖുവാണ്. അതുകൊണ്ട് തന്നെ കുട്ടി ശംഖുവിൻ്റെ വാർത്തയിൽ അദ്ദേഹം ഇപ്പോൾ വിദേശത്താണ്, കേരളത്തിലില്ല. ഒരുപക്ഷെ കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എല്ലാ ചാനലുകളുടെയും രാവിലത്തെ അതിഥി കൂടി അദ്ദേഹം ആ ചെറിയ താരമായിരുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും അത് നന്നായി നൽകിയിട്ടുണ്ട്. മനോരമ ബിരിയാണി ചിരി എന്ന രൂപത്തിൽ ഹെഡിങ് നൽകിയിട്ടുണ്ട്. മന്ത്രി ആൻറ്റിക്ക് ഒരു ബിർണാണി ഉമ്മ എന്നുകൂടി ശംഖുവിനെ കുറിച്ച് പറയുന്നുണ്ട്. കേരളകൗമുദി ഒരു പടി കൂടി കടന്ന് നന്നായിട്ട് ഒരുപക്ഷെ കുറച്ചും കൂടി ഡിസൈൻ ചെയ്ത് അങ്കണവാടിയിൽ ഇനി ബിർണാണി വിപ്ലവം എന്നാണ് പറയുന്നത്. ഉപ്പുമാവ് ഇഷ്ടമില്ല, അങ്കണവാടിയിൽ പോയില്ല. അങ്ങനെ ശംഖുവിനെ കുറിച്ച് തന്നെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ വാർത്ത ശംഖു എന്നുള്ളൊരു കോൺസെപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൽ ആ ഒരാൾക്ക് ചെറിയ കുട്ടിക്ക് നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ വാർത്തയും ഈ സംഭവങ്ങളും. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത പത്രങ്ങൾ നന്നായി നൽകിയിട്ടുള്ളത് എന്ന് വേണം കാണാൻ. മറ്റൊന്ന് കമൽഹാസൻ തന്നെയാണ്. കമൽഹാസൻ ഒരുപക്ഷെ ഹൈക്കോടതി പറയുകയാണ് നിങ്ങൾ മാപ്പ് പറയണമായിരുന്നു എന്ന്. ഇന്നലെ ഹൈക്കോടതി ചെറിയ വിമർശനങ്ങളൊന്നുമല്ല കർണാടക ഹൈക്കോടതി ഇന്നലെ നടത്തിയത് കമൽഹാസനോട് അദ്ദേഹത്തിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട്. അതിനുശേഷവും അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ആ വാർത്തയുടെ പ്രാധാന്യം. അതും മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. മനോരമ ആ വാർത്ത ഏതാണ്ട് ഉൾപേജിൽ നന്നായി നൽകിയിട്ടുണ്ട്, 7-ാം പേജിൽ നന്നായി നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. മനോരമ 14-ാം പേജിൽ നന്നായി നൽകിയിട്ടുണ്ട്. അതായത് ഈ വിഷയത്തിൽ ഒരു കാരണവശാലും മാപ്പ് പറയില്ല എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമ റിലീസ് ചെയ്യാൻ ഇപ്പോഴും കർണാടകത്തിൽ റിലീസില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം റിലീസുണ്ട്. കർണാടക ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ നാളെയാണ് റിലീസുള്ളത്. മാപ്പ് പറയണം എന്ന് പറയുമ്പോഴും അദ്ദേഹം പറയാൻ തയ്യാറല്ല. അത് ഒരുപക്ഷെ ഒരു ഹൈക്കോടതി പറയുമ്പോൾ പോലും ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ, ഭാഷയുമായി ബന്ധപ്പെട്ടൊരു വികാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ കമൽഹാസൻ കാണിച്ച ഒരു തഗ്ഗാണ് ഒന്നാം പേജിൽ ആ വാർത്ത നൽകാൻ പത്രങ്ങളെ പ്രേരിപ്പിക്കുന്നതെന്ന് വേണം കാണാൻ. ഇത് മാതൃഭൂമി ചെറിയ വാർത്തയായിട്ടാണ് ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളതെങ്കിൽ വീക്ഷണം അവരുടെ പത്രത്തിൽ ഒന്നാം പേജിൽ വലിയ വാർത്തയാണ്. അതായത് അവരുടെ ഏറ്റവും വലിയ ലീഡ് വാർത്തയായിട്ടാണ് വീക്ഷണം നൽകിയിട്ടുള്ളത്. തഗ്ഗില്ല, മാപ്പുമില്ല എന്നാണ് ഹെഡിങ്. അതൊരു വലിയ വാർത്തയായി. കന്നഡ ഭാഷയെ അപമാനിച്ചില്ല, മാപ്പ് പറയില്ലെന്ന് കമൽഹാസൻ വീക്ഷണം അവരുടെ ഒന്നാം പേജിൽ വലിയ വാർത്ത, ഏറ്റവും ലീഡ് വാർത്തയായി നൽകിയിട്ടുണ്ട്. പക്ഷേ മറ്റു ചില പത്രങ്ങൾ ഈ വാർത്തയെ മറക്കുന്നു അല്ലെങ്കിൽ മറന്നുപോയി എന്ന് വേണം കാണാൻ. ആ പത്രങ്ങളുടെ പേരുകൾ ഞാൻ വല്ലാതെ കൊണ്ടുപോകുന്നില്ല. ഒരുപക്ഷെ ജനയുഗം, ജന്മഭൂമി അടക്കമുള്ള പത്രങ്ങളൊക്കെ എൻ്റെ മുന്നിലുണ്ട്. അവരൊന്നും ഈ വാർത്ത നൽകിയിട്ടുള്ള കമൽഹാസൻ്റെ കാര്യം മറന്നുപോയി എന്ന് വേണം കാണാൻ. എന്തായാലും ഈ രണ്ട് വാർത്തകളാണ്, ഈ രണ്ട് പേരാണ് വാർത്ത താരം എന്നുള്ളതുകൊണ്ട് ആ രണ്ട് വാർത്തകൾ പത്രങ്ങളെല്ലാവരും നന്നായി തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷേ അത് ഒഴിവാക്കിയ പത്രങ്ങളുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അടുത്ത കാര്യങ്ങളിലേക്ക് പോയാൽ, അതായത് നമ്മളുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് മനോരമ അവരുടേതായി മാത്രം നൽകിയൊരു വാർത്തയുണ്ട്. അതായത് ഈ AI വരുന്നതുമായി ബന്ധപ്പെട്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നിലുള്ള അല്ലെങ്കിൽ സർക്കാരിന് മുന്നിൽ വലിയ ചിന്തകളുണ്ട്. നമ്മുടെ നാട്ടിൽ CPM ഭരിക്കുമ്പോൾ CPM AI എങ്ങനെയാണ് സ്വീകരിക്കുക എന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട്. പക്ഷേ സർക്കാർ AIയിലേക്ക് മാറുകയാണ് എന്ന വാർത്ത മനോരമ മാത്രമാണ്. അതുകൊണ്ട് തന്നെ മനോരമ മാത്രം എടുക്കുന്നത്. മനോരമ 12-ാം പേജിൽ ആ വാർത്ത നൽകിയിട്ടുണ്ട്. സർക്കാർ സേവനങ്ങൾ
പത്രങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യത പഠിക്കും എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ CPM ഭരിക്കുന്ന ഈ നാട്ടിൽ AI കൂടുതൽ കൊണ്ടുവരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം മനോരമ ഈ വാർത്തയെ കൈകാര്യം ചെയ്യുന്നത്. അന്ന് CPMന് AI ആശങ്ക എന്നുകൂടി പറയുന്നുണ്ട്. AIക്ക് മേൽ കർശന നിയന്ത്രണം ആവശ്യമെന്നായിരുന്നു കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന CPM പാർട്ടി കോൺഗ്രസിലെ രാഷ്ട്രീയ പ്രമേയത്തിൽ CPM സ്വീകരിച്ച നിലപാട് എന്നുകൂടി മനോരമ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരും AI എന്നുള്ള വാർത്തയെ വലിയ പ്രാധാന്യത്തോടുകൂടി അവരുടെ വാർത്തയായി VR പ്രതാപിൻ്റെ ബൈലൈനിൽ ആ വാർത്ത നൽകിയിട്ടുണ്ട്. സർക്കാർ സേവനങ്ങൾക്കായി സംസ്ഥാനത്ത് AI കൊണ്ടുവരുന്നു. അത് മനോരമ മാത്രമാണ് ഈ വാർത്ത നൽകിയിട്ടുള്ളത് എന്നുകൊണ്ടാണ് നമ്മൾ അതെടുത്ത് സംസാരിക്കുന്നത്. മറ്റൊന്ന് ഇനി വരാൻ പോകുന്നത് അങ്കമാലി ശബരിപാത. ഒരുപക്ഷെ കേരളം ഇത്രയധികം കാത്തിരുന്നൊരു പദ്ധതി ഉണ്ടായിട്ടില്ല. ഒരുപാട് ആളുകൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു പദ്ധതിയാണ്. 100ലധികം കുടുംബങ്ങളെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അത് എല്ലാ പത്രങ്ങളും നന്നായി നൽകിയിട്ടുണ്ട്. ഒന്നാം പേജിൽ ലീഡ് തന്നെയാണ്. മാതൃഭൂമിക്കും മനോരമയ്ക്കും അടക്കമുള്ള എല്ലാ പത്രങ്ങൾക്കും ആ വാർത്ത തന്നെയാണ് ലീഡായിട്ടുള്ളത്. വളരെ വിശദമായി എങ്ങനെയാണ് അങ്കമാലിയിൽ നിന്ന് ശബരിമലയിലേക്കുള്ള ആ പാത പോകുന്നത്, ഏതൊക്കെയാണ് സ്റ്റേഷനുകൾ എന്നുള്ളതെല്ലാം വിശദമായും അങ്കമാലി മുതൽ എരുമേലി വരെയുള്ള സ്റ്റേഷനുകളെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. ചെങ്ങന്നൂർ പമ്പ എന്ന പാത പ്രായോഗികമല്ല, ഇക്കാര്യത്തിൽ സ്ഥലമെടുപ്പ് ജൂലൈ തുടങ്ങുമൊക്കെ വിശദമായി പത്രങ്ങൾ പറയുന്നുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റം സംഭവിക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ്. അത് മാത്രമല്ല ഇതുവരെ കേരളത്തിൽ 2 ജില്ലകളിലായിരുന്നു റെയിൽ ഇല്ലാതിരുന്നത്. അത് നമുക്കറിയാം, ഈ പഠിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇടുക്കിയിലും വയനാട്ടിലും. ഇനി ഇടുക്കിയിൽ കൂടി റെയിൽപാത വരാൻ പോവുകയാണ്. കാരണം ഈ പാത കടന്നു പോകുന്നത് തൊടുപുഴ വഴിയാണ്. അപ്പോൾ തൊടുപുഴ സ്വാഭാവികമായി ഇടുക്കി ജില്ലയിലായതുകൊണ്ട് ഇടുക്കി ജില്ലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് മാതൃഭൂമി 7-ാം പേജിൽ നൽകിയിട്ടുണ്ട്. നന്നായി നൽകിയിട്ടുണ്ട് വാർത്ത. അതൊരു പക്ഷേ ഇടുക്കിയുടെ ടൂറിസം ഭൂപടത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്ന ഒരു പാതയാകുമെന്ന് മാതൃഭൂമി പറയുന്നുണ്ട്. അങ്ങനെ ആ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ഒരുപക്ഷെ ഈ പാതയെക്കുറിച്ച് എല്ലാവരും നന്നായി പറയുമ്പോൾ ചില പത്രങ്ങൾ മറന്നുപോയി. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അക്കാര്യത്തിൽ ജന്മഭൂമിയുണ്ട്, വീക്ഷണമുണ്ട്. രാഷ്ട്രീയം മാറ്റിവെച്ച് ഈ കാര്യത്തിൽ പത്രങ്ങൾ എന്തുകൊണ്ട് ഒന്നിച്ചില്ല എന്ന ചോദ്യമാണെന്ന് രാവിലെ പത്രം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ വീക്ഷണം പൂർണ്ണമായി ഈ വാർത്തയെ തമസ്കരിച്ചു. ജന്മഭൂമി അടക്കമുള്ള പത്രങ്ങൾ പോലും, ഒരുപക്ഷെ പ്രതിപക്ഷത്തുള്ള പത്രമാണ് ജന്മഭൂമി പോലും ആ വാർത്തയെ നന്നായി നൽകിയിട്ടുണ്ട്. ശബരിപാത ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കണമെന്ന് കേന്ദ്രം പറഞ്ഞതാണെങ്കിൽ പോലും, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ രൂപത്തിലാണെങ്കിൽ പോലും ജന്മഭൂമി ആ വാർത്ത നൽകിയിട്ടുണ്ട്. വീക്ഷണത്തിനും ജനയുഗത്തിനും ആ വാർത്ത കിട്ടിയില്ല എന്ന് തോന്നുന്നു. അത് മാത്രമല്ല ജന്മഭൂമി ഒരു പടി കൂടി കടന്ന് അതിവേഗ പാത കെ റെയിലിന് പകരം ഈ ശ്രീധരൻ്റെ പദ്ധതി അടുത്ത ഘട്ടത്തിലേക്ക് കൂടി ജന്മഭൂമി പോകുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു വികസനത്തിനൊപ്പം നിൽക്കാൻ ജന്മഭൂമി തയ്യാറാകുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. ആ വാർത്ത അവർ നന്നായി നൽകിയിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട വാർത്തയാണത്. പക്ഷേ മറ്റു ചില പത്രങ്ങൾ ആ വാർത്തയെ മറക്കുന്നു, തമസ്കരിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ഇത്രയും വിശദമായി ഇത് സംസാരിച്ചത് എന്നുകൂടി കാണാം. മറ്റൊന്ന് ഇനിയുള്ളത് നേരത്തെ സേതു ചോദിച്ചതുപോലെ IPL ആണ്. IPLൻ്റെ ഹെഡിങ്ങുകളാണ് അതിൻ്റെ കൗതുകം. പത്രങ്ങളിൽ വാർത്തയെ ആഘോഷിക്കുമ്പോൾ ആ ഹെഡിങ്ങുകൾ ഞാനൊന്ന് വേഗം വായിച്ചു പോകാം. റോയൽ ബംഗളൂരു, റോയൽ കോഹ്ലി, വിരാടെ നിനക്കായി. അത് വിരാടെ നിനക്കായി എന്നുള്ളത് കേരളകൗമുദിയുടെ ഹെഡിങ്ങാണ്. അങ്ങനെ വളരെ വിശദമായി പത്രങ്ങളെല്ലാവരും നന്നായി തന്നെ നൽകിയിട്ടുണ്ട്. മനോരമയാണ് സാധാരണഗതിയിൽ സ്പോർട്സ് പേജ് നന്നായിട്ട് നൽകുന്നത്. അത് നമ്മ ബംഗളൂരു എന്നാണ് മനോരമയുടെ ഹെഡിങ്. ഫൈനലിൽ ബംഗളൂരുവിൻ്റെ ടോപ്പ് സ്കോറർ വിരാട് കോഹ്ലി ഏതാണ്ട് 18 വർഷമായി ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മ ബംഗളൂരു മാത്രമല്ല വിരാടെ നിനക്കായി എന്നതും വലിയ ഹെഡിങ് തന്നെയാണ്. മാതൃഭൂമി അത് റോയലൂരു, അതായത് ബംഗളൂരുവിനെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എന്ന് പറഞ്ഞാൽ റോയലൂരു എന്നാണ് മാതൃഭൂമി വിശേഷിപ്പിക്കുന്നത്. ഒരേ ഒരു രാജാവ് എന്ന് കോഹ്ലിയെ വിശേഷിപ്പിക്കുന്നുണ്ട്. ശരിക്കും കോഹ്ലി ഒരേ ഒരു രാജാവായി മാറിക്കഴിഞ്ഞു. ഏതാണ്ട് എല്ലാ കിരീടങ്ങളും നേടിക്കഴിഞ്ഞു അദ്ദേഹം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട്. അങ്ങനെ പത്രങ്ങൾ വളരെ മനോഹരമായി, അത് ഒരുപക്ഷെ നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു പത്രവും അക്കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല എന്ന് വേണം കാണാൻ. ഇനിയെന്നുള്ളത് ജനയുഗത്തിൻ്റെ 1-ാം പേജ് വാർത്തയാണ്. ജനയുഗം ഒരുപക്ഷെ മറ്റു വാർത്തകളൊക്കെ മറന്നുപോയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്കമാലി ശബരിപാതയും തഗ് ലൈഫും കമലഹാസനെ എൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ, ഹൈക്കോടതി വാർത്തകളൊക്കെ മറന്നുപോയി. പക്ഷേ അവർ ആ 1-ാം പേജിൽ നൽകിയിട്ടുള്ളത് വലിയൊരു വാർത്തയാണ്. ഇറാനുമായി ഇടപാട് കണ്ടെത്തി അദാനി അന്വേഷണ വലയത്തിൽ. ഒരു പത്രവും ഈ വാർത്ത നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ വന്നതാണ് ഈ വാർത്ത. US അമേരിക്കൻ നീതിന്യായ വകുപ്പാണ് ഇത് പരിശോധിക്കുന്നത്. ചെറിയ കാര്യമല്ല. നിലവിലെ കേസിനടക്കം ഇപ്പോഴും അദാനിയുടെ കേസ് അമേരിക്കയിൽ നിൽക്കുന്നുണ്ട്. ആ നിലവിലെ കേസിനടക്കം ബാധിക്കും. ഏഷ്യയിലെ 2-ാമത്തെ ധനികനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുപ്പക്കാരനുമായ ഗൗതം അദാനിയുടെ കമ്പനിക്കെതിരെ US പുതിയ അന്വേഷണം എന്നുള്ളതാണ്. അമേരിക്കയിൽ അദാനിയുടെ ഉടമസ്ഥതയിലുള്ള മുദ്ര തുറമുഖം വഴി ഇറാനിയൻ ദ്രവീകൃത പെട്രോളിയം വാതകം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുണ്ടോ എന്ന് US നീതിന്യായ വകുപ്പ് അന്വേഷിക്കുന്നു. ഈ വാർത്ത ഒരുപക്ഷെ എല്ലാ പത്രങ്ങളും കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു എന്നാണ് തോന്നുന്നത്. എന്തായാലും ആരും അത് ആ രൂപത്തിൽ കൈകാര്യം ചെയ്തില്ല. പക്ഷേ ജനയുഗം വലുതായി നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. മറ്റൊന്ന് മനോരമ ഇന്ന് 10-ാം പേജ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. എഡിറ്റോറിയൽ പേജിനോട് ചേർന്ന് 10-ാം പേജ് മുഴുവൻ അവർ മാറ്റി വെച്ചിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മുടെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം
വലിയ ചർച്ചകൾ നടക്കുന്ന സാഹചര്യമാണ്, കാലമാണ്. നമ്മൾക്കിപ്പോഴും ആശങ്കയുണ്ട് ദേശീയപാത വഴി യാത്ര ചെയ്യാൻ. പുതിയ ദേശീയപാതയുടെ നിർമ്മാണം എത്രയും വേഗത്തിലാകട്ടെ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കേരളത്തിൽ വിപ്ലവകരമായ മാറ്റം സംഭവിക്കാൻ പോകുന്നത് അതുവഴിയാണ്. പക്ഷേ അവിടെ ഇടിയുണ്ടാകുന്നത്, വിള്ളലുണ്ടാകുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ വിള്ളൽ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മനോരമ 10-ാം പേജ് പൂർണ്ണമായും ഈ ദേശീയപാതയിലെ പുതിയ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഇടിവുകൾ സംബന്ധിച്ചാണ് കൊടുത്തിട്ടുള്ളത്. കുത്തനെ ചെത്തിയെടുത്ത് പാത നിർമ്മാണം പാളി, മാറില്ല ഈ മുറിവ് എന്നാണ് ഹെഡിങ്. ഏതാണ്ട് 5ഓളം മലകൾ, കുന്നിയോറമല, കണിക്കുന്ന്, മഞ്ചക്കുന്ന്, വീരമല, മട്ടലായി, തെക്കിൽ വളവ് അടക്കം 5ഓളം പ്രദേശത്തെ കുന്നുകൾ ഇടിച്ചതുമായി ബന്ധപ്പെട്ട ആ പ്രശ്നങ്ങൾ വളരെ വിശദമായി, സൂക്ഷ്മമായി, സമഗ്രമായി മനോരമ 10-ാം പേജിൽ നൽകിയിട്ടുണ്ട്. അതൊരു ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തയാണ് ഒരു പരിധിക്കപ്പുറത്തേക്ക്. പക്ഷേ എന്നാലും ദേശീയപാതയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ വാർത്ത കൂടി പറഞ്ഞു പോകണം. മനോരമ അത് വലിയ രൂപത്തിൽ നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ.